ഞാൻ ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന് ഒരു കീവേഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് എസെക്കിയേൽ ചാപ്റ്റർ 33 വേഴ്സസ് 1 to 9. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 33 അധ്യായം, അതേപോലെ 9 അധ്യായം, അതേപോലെ 3 അധ്യായം. ഈ അധ്യായങ്ങളിൽ ഒരേപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചേർത്ത് ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് 33 അധ്യായത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 9 വാക്യത്തിന്റെ അവസാനത്തെ ലൈനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. 33:9 അതിന്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിച്ച് സഹായിക്കാമോ? നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. 9 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 9 അധ്യായത്തിന്റെ 8 വാക്യം, അതിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിക്കണം. 9:8, the first portion, the first sentence. Ezekiel chapter 9 verse 8. അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു, ഞാൻ കവിണ്ണു. അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. 3 അധ്യായത്തിലെയും വാക്യം ഇത് തന്നെയാണ്. അത് എടുക്കേണ്ട സെയിം വാക്ക് തന്നെയാണ്. 3:19 പറയുന്നത് നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു. 9 അധ്യായത്തിൽ പറയുന്നത് അവരെ കൊന്നുകളഞ്ഞു. ഒരു മാസ് ഡിസ്ട്രക്ഷൻ, ഒത്തിരി പേര് മരണപ്പെട്ട് വീഴുകയാണ്. പക്ഷെ പ്രവാചകൻ പറയാ ഞാൻ മാത്രം ശേഷിച്ചു, എന്റെ പ്രാണൻ മാത്രം രക്ഷപ്പെട്ടു. only I am saved. ഈ അധ്യായങ്ങൾ തമ്മിൽ, ഈ വാക്യങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആദ്യം തന്നെ നമ്മൾ ഇവിടെ കാണണം. എല്ലാവരും തകർന്നു പോകുമ്പോൾ, എല്ലാവരും മരണപ്പെട്ടു പോകുമ്പോൾ ഒരാള് പ്രാണനെ രക്ഷിക്കുക, ഒരാൾ തന്റെ ജീവനെ രക്ഷിക്കുകയാണ്. ഈ വാക്യത്തിൽ നിന്ന് തുടങ്ങുന്നതിന്റെ കാരണം ഇറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ മിഷൻ ദാറ്റ് ഈസ് അപ്പോൺ us. നമ്മുടെ മേലുള്ള ദൗത്യത്തിന്റെ പ്രാധാന്യത ആ വാക്യം നമ്മളെ കാണിക്കുകയാണ്. തുടർന്ന് നമ്മൾ ധ്യാനിക്കുന്ന കാര്യത്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത് അതാണ്. കാരണം നീ ഇങ്ങനെ ചെയ്താലാണ് നിന്റെ പ്രാണനെ നീ രക്ഷിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്താലാണ് എല്ലാവരും നശിച്ചു പോകുമ്പോൾ നീ നിന്റെ ജീവനെ മാത്രം ശേഷിപ്പിക്കുന്നത്. 3 അധ്യായത്തിലും അതേപോലെ 33 അധ്യായത്തിലും ഒരേ സംഭവങ്ങളാണ്. അത് എല്ലാം നമ്മൾ ഇന്ന് വായിക്കാൻ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം എന്നില്ല. പ്രധാനമായിട്ട് ഞാൻ 33 അധ്യായത്തിലും 9 അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൽ നിന്ന് നമ്മളുടെ ഇന്നത്തെ സന്ദേശത്തോട് ചേർന്ന് കിടക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് കാണിച്ച് എന്റെ സന്ദേശത്തെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 33 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് 33 അധ്യായത്തിലെ സംഭവം? 33 അധ്യായം നമ്മൾ ആരംഭം വാക്യം മുതൽ വായിച്ചാൽ കർത്താവ് പ്രവാചകനിലൂടെ ഒരു സന്ദേശം കൈമാറുകയാണ്. പ്രത്യേകിച്ചും പ്രവാചകന്റെ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അതിന്റെ ആരംഭത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 2 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? 2ഉം 3ഉം വാക്യം ഒന്ന് വായിക്കാമോ? Ezekiel chapter 33 verse 2 to 3. നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത്, ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും. മതി, സംഭവം സിമ്പിൾ ആണ്. ഇവിടെ നടക്കുന്നത് ഇറ്റ് ഈസ് എൻ അപ്പോയിന്റ്മെന്റ് ഓഫ് എ വാച്ച്മാൻ. ഒരു കാവൽക്കാരനെ ആക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാം. ഈ വാച്ച്മാൻ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ വാച്ച്മാൻ ഇവിടെ സെക്യൂരിറ്റി എന്നോ ഇപ്പം ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ഒക്കെ ഗേറ്റിന്റെ അവിടെ ഒരാള് കാവൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളിപ്പോ അതിനെ കാണാം. അല്ലെങ്കിൽ ATM, ഇവിടെയൊക്കെ ATM കൗണ്ടേഴ്സ് ഇപ്പൊ നമ്മൾ രാത്രി ചെന്നാലും നമ്മൾ ചെല്ലുമ്പോ ആ വാതിക്കൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു യൂണിഫോം ഒക്കെ ഇട്ട്
ചിലപ്പോ ഒരു തൊപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അത് നമ്മൾ സെക്യൂരിറ്റി ആണെന്നോ കാവൽക്കാരനാണെന്നോ വാച്ച്മാൻ എന്നൊക്കെ പറയാം. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ സെക്യൂരിറ്റിയെ പോലെയോ ഈ വാച്ച്മാനെ പോലെയോ അല്ല, അതിനേക്കാളും ഗൗരവമേറിയ ഒരു ശുശ്രൂഷയെ പറ്റിയാണ്, ഒരു ജോലിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ സംഭവം, അന്നത്തെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി. അന്ന് കാവൽക്കാർ പല മേഖലകളിൽ ജോലി ചെയ്യും. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മയിൽ ചില ഉപമകളിലൊക്കെ കർത്താവ് പറഞ്ഞ ഉപമകളിലും ഉണ്ട്. അതേപോലെ പഴയ നിയമത്തിലെ ഉപമകളിൽ പ്രത്യേകിച്ച് പ്രസിദ്ധമായ ഒരു ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിലെ ഒരു സംഭവം നമുക്കറിയാം. ഞാൻ എന്റെ പ്രിയതമന്റെ തോട്ടത്തെ പറ്റി ഒരു ഗീതം, ഐ വിൽ സിംഗ് അബൌട്ട് ദി വിനിയാർഡ്. ഒരു കുന്നിന്റെ മേൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പറയുന്നത്, അതിനകത്തിലെ കല്ലെല്ലാം എടുത്തു പറക്കി ആ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടി മുന്തിരിവള്ളി കൊണ്ട് നട്ടു. ആ പല കാര്യങ്ങൾ ഈ തോട്ടക്കാരൻ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഒരു ഗോപുരം ഉണ്ടാക്കി. ഹി ബിൽഡ് എ ടവർ. എന്തിനാണ് ടവർ? ഈ തോട്ടത്തിന്റെ നടുവിൽ നല്ല ഉയരത്തിൽ ഒരു ടവർ ആക്കിയിട്ട് അവിടെ ഒരു കാവൽക്കാരനെ ആക്കും. ഈ തോട്ടത്തിൽ വളർന്നു വരുന്ന കൃഷിയെ, ഇവിടെ ഉണ്ടാകാൻ പോകുന്ന കൊയ്ത്തിനെ അല്ലെങ്കിൽ ഫലത്തെ നശിപ്പിച്ചു കളയാൻ ശത്രുവിനോ വന്യമൃഗത്തിനോ കടന്നു വരുന്നത് കണ്ട് അതിനെ തടയത്തക്കവണ്ണം ഒരു ഗോപുരം ഉണ്ടാക്കി അതിനൊരു കാവൽക്കാരനെ ആക്കുന്നത് പതിവാണ്. പ്രൊട്ടക്ടിങ് ഹാർവസ്റ്റ് ഫ്രം ദി അറ്റാക്ക് ഓഫ് ദി എനിമീസ്. പക്ഷെ ഇവിടെ 33-ാമത്തെ അധ്യായത്തിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ പട്ടണത്തിന്റെ കാവൽക്കാരെ പറ്റിയാണ് പറയുന്നത്. ഒരു ദേശത്തിന്റെ കാവൽക്കാരെ പറ്റിയാണ് പറയുന്നത്. അവരുടെ ജോലി, അവരെ ആക്കിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പട്ടണത്തിന് ചുറ്റുമുള്ള മതിലിന്റെ മേലാണ് സാധാരണ ഈ കാവൽക്കാരെ ആക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. അന്ന് ഓരോ പട്ടണത്തിന് ചുറ്റും മതിലുകളുണ്ട്, ഉയർന്ന വീതിയുള്ള വളരെ ഹ്യൂജ് വാൾ. ഈ മതിലിന്റെ മേളിൽ കാവൽക്കാരനെ ആക്കും. കാവൽക്കാരന്റെ ദൗത്യം പട്ടണത്തിലുള്ള ജനത്തിന് കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക്, പട്ടണത്തിന്റെ പുറത്തേക്ക്, വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ജനത്തിന് കാണത്തില്ല, പക്ഷെ മതിലിന്റെ മേളിൽ ഒരാളുണ്ട്, കാവൽക്കാരനുണ്ട്, ജനമാക്കിയിരിക്കുന്നത്. ലുക്കിംഗ് ഔട്ട്, ദൂരേക്ക് നോക്കിയിട്ട് ആരെങ്കിലും സംശയം തോന്നുന്ന നിലയിൽ ഈ പട്ടണത്തിലേക്ക് അടുത്തു വരുന്നുണ്ടോ എന്നുള്ള ഒരു നോക്ക്. പട്ടണത്തിൽ കടന്നു വരുന്നവരും പോകുന്നവരെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് മതിലിന്റെ മേൽ ഒരാൾ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ പ്രത്യേകിച്ച് ഈ ആയുധങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൈന്യമായിട്ടൊക്കെ കടന്നു വരുവാണെങ്കിൽ ഈ കാവൽക്കാരന്റെ കയ്യിൽ കാഹളമുണ്ട്. കാഹളം താൻ നീട്ടിയൂതുമ്പോൾ ഈ പട്ടണത്തിലെ ജനം അലേർട്ടായി, ഇവരുടെ സൈന്യം തയ്യാറാകും. കാരണം ഇന്നിപ്പോൾ യുദ്ധം അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മീഡിയയും ഇങ്ങനത്തെ പല കാര്യങ്ങളും പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പും എല്ലാം നടക്കും. പക്ഷെ അന്നത്തെ ഒരു യുദ്ധത്തിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സർപ്രൈസ് ബാറ്റിൽസ്. പട്ടണത്തിലുള്ള സൈന്യവും ജനം തയ്യാറല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇവരെ ആക്രമിക്കും. പക്ഷെ ഈ കാവൽക്കാരന്റെ ദൗത്യം താൻ ഈ മതിലിന്റെ മേളിലിരുന്ന് താൻ നോക്കിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്ന കാര്യം, ദി സെക്യൂരിറ്റി ഓഫ് ദി സിറ്റി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അലേർട്ട്നെസ് ഓഫ് ദ വാച്ച്മാൻ. കാവൽക്കാരന്റെ ആ ശുശ്രൂഷയിലാണ് പട്ടണത്തിന്റെ ജനത്തിന്റെ സുരക്ഷത നിൽക്കുന്നത്. ഇഫ് ദ വാച്ച്മാൻ ഈസ് ഗുഡ് ആൻഡ് അലേർട്ട്, the people will be safe and secure. ജനത്തിന്റെ മരണവും ജീവനും ഈ കാവൽക്കാരന്റെ കയ്യിലാണ്. ദൈവം പറയുന്നത്,
ഇതൊരു ഫിസിക്കൽ വാച്ച്മാന്റെ ഒരു ഉദാഹരണം എടുത്തു വെച്ചിട്ട് ദൈവം ഒരു ആത്മീക സത്യം പ്രവാചകനെ പഠിപ്പിക്കാനാണ്, പ്രവാചകന്റെ ദൗത്യത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കാനാണ് ഈ സംഭവത്തെ എടുത്തു വെക്കുന്നത്. The Lord is saying, ഈ കാവൽക്കാരൻ ശത്രു വരുന്നത് കണ്ടിട്ട് കാഹളമൂതാതിരുന്നാൽ, ജനത്തിന് വാർണിംഗ് കൊടുക്കാതിരുന്നാൽ, മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നാൽ പട്ടണത്തിലെ ജനം നശിക്കും. നശിക്കുമ്പോൾ അവരുടെ ജീവന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ആരോട്? കാവൽക്കാരനോട് കണക്ക് ചോദിക്കും. പക്ഷെ കാഹളം ഊതിയിട്ടും ജനം തയ്യാറായില്ലെങ്കിൽ നീ നിന്റെ പ്രാണനെ രക്ഷിക്കും. യു വിൽ ബി എക്സെപ്റ്റഡ് ഫ്രം ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് ദി അക്കൗണ്ടബിലിറ്റി ഓഫ് ദെയർ ഡെത്ത്. ഇതേ സംഭവമാണ് 2-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തെ എടുത്തിട്ട് ദൈവം പ്രവാചകനോട് പറയുന്നത് അതിന്റെ 7-ാമത്തെ വാക്യം മുതലാണ്. ഈ ഫിസിക്കലായിട്ടുള്ള വാച്ച്മാന്റെ കാര്യം അവർക്കറിയാം, അത് അവർക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്, പ്രവാചകന് അറിയാവുന്ന ഒരു സംഭവമാണ്. അതെടുത്തിട്ട് അതിഗൗരവമേറിയ ആത്മീക ശുശ്രൂഷയെ പറ്റി തന്നോട് പറയുന്നത് 7-ാമത്തെ വാക്യം മുതലാണ്. അതൊന്ന് വായിക്കണമേ, അതൊന്ന് ശ്രദ്ധിക്കണമേ. 33-ന്റെ 7-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. Ezekiel chapter 33 verse 7 onwards. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം. കേട്ടോ, ഈ സംഭവം ഇവരോട് പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണഗതിയിൽ ശത്രുവിന്റെ അറ്റാക്കിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ ചെയ്യുന്ന ഈ ജോലിയെ അവിടെ നിർത്തിയിട്ട് ഒരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി പ്രവാചകന് കൈമാറുക. ഈ മതിലിൽ ഇരിക്കുന്ന കാവൽക്കാരനെ പോലെ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കാൻ പോവാ. എന്താ കാരണം? ഞാൻ ദേശത്തിനെതിരെ ഒരു വാള് കൊണ്ടുവരുന്നുണ്ട്. വാൾ എന്ന് പറഞ്ഞ ന്യായവിധി. ഈ പശ്ചാത്തലത്തിൽ വാൾ എന്ന് പറയുന്നത് ബാബിലോണിയൻസ് ആണ്. ഇവർക്കെതിരെ വരുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ്. അതിന്റെ രാജാവ് നെബൂഖദ്നേസറാണ്. ഒരു ശത്രുവിനെ ഞാൻ അയക്കുക ദേശത്തിനെതിരെ. പക്ഷെ ദൈവം പറയാ, ശത്രുവിനെ അയക്കുന്നുണ്ട്, പക്ഷെ ജനം നശിക്കാതിരിക്കാൻ നിന്നെ ഞാൻ വിളിക്കുകയാണ്. ഒരു പുരുഷൻ മാത്രമേ ഉള്ളൂ, നീ ദേശത്തിന് ഒരു കാവൽക്കാരനായി നിൽക്കണം. ഞാൻ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുക. God is asking us today this question. Can you be the watchman of the city that God has placed you in? കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന, കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്ന പട്ടണത്തിന്റെ, ദേശത്തിന്റെ കാവൽക്കാരൻ ആകാമോ? ആ ദൗത്യം ഏറ്റെടുക്കാമോ എന്നുള്ള ചോദ്യമാണ് ഈ സന്ദേശം നമ്മളോട് ഇന്ന് ചോദിക്കുന്നത്. God is calling us. കർത്താവ് ഇതിനു വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത്. To be watchman. ബോസ്റ്റൺ പ്രെയർ ലൈൻ ആണ്. ബോസ്റ്റൺ എന്ന് പറയുന്ന പട്ടണത്തിൽ പാർക്കുന്നവർ കണ്ടേക്കാം, നിങ്ങളെ ആ ദേശത്ത് കർത്താവ് ആക്കിയിരിക്കുന്നത് ആ സ്റ്റേറ്റിന്റെ കാവൽക്കാരായിട്ടാണ്. ഞാൻ ഇന്ന് തിരുവല്ലയിൽ നിന്നാണ് കൂടുന്നത്. കർത്താവ് എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ ദേശത്തിന്റെ കാവൽക്കാരനാകാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ വായിച്ചു തുടങ്ങിയ ആ വാക്യം ഇനിയും നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് ഒന്നും കൂടെ ആ ദൗത്യത്തെ പറ്റി ചിന്തിക്കണം. The Lord is saying, നീ നിന്റെ പ്രാണനെ രക്ഷിക്കും. എങ്ങനെ? നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പാർക്കുന്ന ദേശത്ത് പാർത്ത് വിശ്വസ്തയോടെ ചെയ്താൽ you will be saved. If not, ഞാൻ നിന്നോട് ചോദിക്കും, ആ ദേശത്തിൽ നശിച്ചു പോകുന്നവരുടെ രക്തത്തിന്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. ചില ദിവസങ്ങളുടെ പുറകിൽ കർത്താവിനോട് ഈ വാക്യം ഇടപെട്ടപ്പോൾ
എനിക്കിത് വളരെ ഹെവി ആയിട്ട് തോന്നി, എനിക്ക് വളരെ വെയിറ്റ് ആയിട്ട് തോന്നി. ഞാൻ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ഈ ദൗത്യം നമ്മൾ ഒന്ന് മനസ്സിലാക്കി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് ഉയർന്നു വരുവാൻ, കയറി വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുക. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ വാച്ച്മാൻ? എന്താണ് കാവൽക്കാരന്റെ ദൗത്യം? കാവൽക്കാരാ, വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി? യെസ്, എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ ഈ ദേശത്ത് ആക്കിയിരിക്കുകയാണ്, കർത്താവ് എന്നെ ഒരു കാവൽക്കാരനായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി? ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന് വായിക്കണം. 33-ന്റെ 7 ഒന്നും കൂടെ ഒന്ന് വായിക്കാം. എസെക്കിയേൽ ചാപ്റ്റർ 33 വേഴ്സ് 7. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം. കേൾക്കണം. എന്തുവാണ് റോൾ? എന്തുവാണ് ദൗത്യം? ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ദേ മസ്റ്റ് ബി അലേർട്ട്. വാച്ച്മാൻ ഈ മതിലിൽ നിന്ന് ശ്രദ്ധിച്ച് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുറത്ത് നടക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ശ്രദ്ധിച്ച് അത് ശത്രുവാണോ ഇല്ലയോ എന്ന് വിലയിരുത്തി വാർണിംഗ് കൊടുക്കുന്നത് പോലെ God is saying, നീ എന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ കേൾക്കണം, കേട്ടിട്ട് അത് ഓർമ്മപ്പെടുത്തണം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് വാർണിംഗ്. പക്ഷെ വാൺ ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുന്നവരാകണം. നമ്മൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ വളരെ അലേർട്ടായി, വളരെ അറ്റന്റീവായി കേട്ടിട്ട് ഇതിനെ അറിയിക്കുന്നവരാകണം. 3-ാമത്തെ അധ്യായം ഞാൻ പറഞ്ഞു ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതേ കാര്യം, വാച്ച്മാന്റെ ഇതേ കാര്യം തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവിടെ വായിക്കുന്ന ഒരു വാക്യം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലൊക്കെ പറയുന്നത്, ഒരു സ്ക്രോൾ എടുത്തിട്ട് ഈ പ്രവാചകന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പ്രവാചകനോട് ഇത് ഭക്ഷിക്കാൻ പറയും. താൻ ഈ സ്ക്രോള്, ഈ ചുരുള് കഴിക്കും. എന്നിട്ടാണ് താൻ ഇത് പ്രസംഗിക്കുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് ബീങ് ഫിൽഡ് വിത്ത് ദ വേർഡ്, ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ഈ ദൗത്യത്തിന് നമ്മൾ കേപ്പബിൾ ആവത്തുള്ളൂ. സോ ഫസ്റ്റ് ഡ്യൂട്ടി ഈസ് വാർണിംഗ്. മുന്നറിയിപ്പ് നൽകണം, അത് അറിയിക്കണം, ഓർമ്മപ്പെടുത്തണം. നീ അവരോട് പ്രസംഗിക്കണം, നീ അവരോട് പ്രൊക്ലെയിം ചെയ്യണം. Preach to them, proclaim to them the word. But before proclaiming, you better listen carefully. എന്തുവാണ് ഇവരോട് അറിയിക്കേണ്ട സന്ദേശം? ഇവരോട് കേട്ട സന്ദേശം അറിയിക്കണം. നീ അവരോട് പറയണം എന്തുവാണ് ഇവരോട് പറയേണ്ട സന്ദേശം. വാട്ട് ഈസ് ദ മെസ്സേജ്? കാവൽക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം എന്താണ്? നമ്മൾ വായിച്ചത് 7-ാമത്തെ വാക്യമാണ്. തുടർന്ന് വായിച്ച ആ സന്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ വാക്യം, ഞാൻ ദുഷ്ടനോട്, ദുഷ്ട നീ മരിക്കും എന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി. മതി, സന്ദേശം അവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ മെസ്സേജാ, പക്ഷെ കട്ടിയാ പറയാൻ. ഒന്ന് ഓർമ്മ നോക്കിക്കേ മെസ്സേജ്. ദുഷ്ട നീ മരിക്കും, യു വിൽ ഡൈ. ഞാന് സന്ദേശത്തെ പറ്റി ചിന്തിച്ചപ്പോൾ സത്യത്തിൽ ഇത് ബൈബിളിൽ ഇവിടെ മാത്രമല്ല, സത്യത്തിൽ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് നോക്കിയാൽ തന്നെ ഇതേ ഒരു ധ്വനി നമുക്ക് പലയിടത്തും കാണാം. തോട്ടത്തിൽ മനുഷ്യനെ ദൈവം ആക്കിയിട്ട് അവിടെ പറയുന്ന കാര്യം എന്താ? എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ നടുവിൽ ആ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും. യു വിൽ ഡൈ, യു വിൽ ഡൈ. ജനസിസിൽ അതാണ്. മുന്നോട്ട് എക്സോഡസിൽ ചെന്നാൽ, എക്സോഡസിൽ നിയമ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചാൽ, ലെവിറ്റിക്കസ് ഒക്കെ വായിക്കുമ്പോൾ എത്രയോ ഭാഗങ്ങളിൽ പല കൽപ്പനയുടെ ലംഘനത്തിൽ പറഞ്ഞ് നിങ്ങളെ ഛേദിച്ചു കളയും, നിങ്ങളെ നശിപ്പിക്കും, കല്ലെറിഞ്ഞു കൊല്ലും, യു വിൽ ബി കിൽഡ്, യു വിൽ ബി
ത്രോൺ ഔട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഇങ്ങനെ പല കാര്യങ്ങൾ ആവർത്തിച്ച് പറയുക. അത് പഴയ നിയമത്തിൽ ഇവിടെ ഉണ്ട്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഈവൻ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു ദി മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ. എങ്ങനെയാണ്? റോമാലേഖനത്തിൽ ഗോസ്പലിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പൗലോസ് ചെയ്യുമ്പോൾ അവിടെയും പറയുന്നത് എന്താണ്? സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം എന്തുവാണ്? മരണമത്രേ. The wages of sin is death. അർത്ഥം, സന്ദേശം എന്തുവാണ്? പാപത്തിൽ ജീവിക്കുന്ന ദുഷ്ടനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് അറിയിക്കേണ്ട ഒരു സന്ദേശമുണ്ട്. ഇഫ് യു കണ്ടിന്യൂ ഇൻ സിൻ, നിങ്ങൾ പാപത്തിൽ തുടർന്നാൽ, രക്ഷകനെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ മരിക്കും. നിങ്ങൾ മരിക്കുമെന്നുള്ള സന്ദേശം കൈമാറാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുക. അതുകൊണ്ടല്ലേ പറഞ്ഞത് preach the gospel. The great commission is to preach the gospel. ഗോസ്പൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ഗുഡ് ന്യൂസ്. പക്ഷെ ഗുഡ് ന്യൂസിന്റെ മുൻപുള്ളത് എന്താ? There is a bad news. If you have not repented, death, മരണമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ദൈവം ഇവിടെ പഴയ നിയമത്തിലും ഇതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന നമുക്ക് വളരെ പാരലായിട്ട് വെക്കാൻ പറ്റുന്ന എന്തോരം സിമിലാരിറ്റി ഉള്ള ഒരു ഭാഗമാണ് ഇത്. ഗോഡ് ഈസ് സേയിങ്, ഈ പട്ടണത്തിലെ നാശം നീ കാണ്, ഇവിടുത്തെ ദുഷ്ടന്മാരുടെ പ്രവർത്തി നീ കാണ്. എന്നിട്ട് നീ അവരോട് കുഴപ്പമില്ല സഹോദര, ഇങ്ങനെയൊക്കെ പോയാൽ മതി, നിന്റെ കാര്യമെല്ലാം നടന്നോളും, നിനക്കൊരു നന്മ വരുന്നുണ്ടെന്നല്ല, നീ ഇങ്ങനെ പോയാൽ നീ മരിക്കുമെന്നുള്ള സന്ദേശം പറയണം. എങ്ങനെ ഉണ്ടായിരിക്കും? ഈസ് ഇറ്റ് ആൻ ഈസി മെസ്സേജ് ടു പ്രീച്ച്? മറ്റെല്ലാ സന്ദേശങ്ങളും പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഒന്ന് എൻകറേജ് ചെയ്ത് വിടാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ടു പ്രീച്ച് ദിസ് മെസ്സേജ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. ഇത് അന്നും ഡിഫിക്കൽട്ട് ആണ്. നമ്മളിത് ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നോക്കിയാൽ ദൈവം പ്രവാചകനോട്, ഇത് 31-ാം അധ്യായത്തിലെ സംഭവമാണ്, ഞാൻ പറഞ്ഞ 3-ാം അധ്യായത്തിലും ഉണ്ട്. ആരംഭത്തിൽ തന്നെ ഗോഡ് ഈസ് ഓൾറെഡി ടെല്ലിംഗ് ദ പ്രോഫറ്റ് വാട്ട് ദ റെസ്പോൺസ് വിൽ ബി. ജനം എങ്ങനെ പ്രതികരിക്കുമെന്നും ദൈവം പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ വളരെ വ്യക്തമായി ജനത്തിന്റെ പ്രതികരണം, നീ ഇങ്ങനെ പ്രസംഗിച്ചാൽ വാട്ട് വിൽ ബി ദ റെസ്പോൺസ് ഓഫ് ദ പീപ്പിൾ. 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. ഒന്ന് വായിക്കണം. ചാപ്റ്റർ 2 verses 3 onwards. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന് നീ അവരോട് പറയണം. കേട്ടോ? പ്രസംഗിക്കാൻ ദൂത് കൊടുത്തു, നീ നിങ്ങൾ മരിക്കുമെന്നുള്ള ദൂത് പറയണം. പക്ഷെ ദൈവം ഓൾറെഡി പറയാ, നീ പ്രസംഗിക്കാൻ പോകുന്നവര് കരമടിച്ച് സ്വീകരിക്കുകയല്ല. ഇവരാദ്യം മുതലേ എന്നോട് റിബൽ ചെയ്യുന്ന, എന്നോട് മത്സരിക്കുന്നവരാണ്. ഇവരുടെ പിതാക്കന്മാർ ഇന്ന് വരെ അതിക്രമം ചെയ്യുന്നവരാണ്. മക്കൾക്കും വ്യത്യാസമൊന്നുമില്ല. അവരും ധാർഷ്ട്യത്തോടെ ഇതിനെ തള്ളിക്കളയുന്നവരാണ്. ഇവർ മത്സരമുള്ള ഒരു ഗ്രഹമാണ്. പക്ഷെ ദൈവം പറയുന്നത് എന്താ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ റെസ്പോൺസ് ഓഫ് ദ പീപ്പിൾ, യു മസ്റ്റ് പ്രീച്ച്. ജനത്തിന്റെ പ്രതികരണം നോക്കാതെ സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം നമ്മുടെ മേൽ കിടക്കുന്നുവെന്ന് തിരിച്ചറിയുക. They may not accept, all will not welcome us. എല്ലാരും നമ്മളെ കൈയടിച്ച് സ്വീകരിച്ച കൊള്ളാം, നല്ല പ്രസംഗമാന്ന് പറയാൻ പോവല്ല. They will rebel. They will speak against. They won't understand. പ്രത്യേകിച്ച് ഇതേ കാര്യം തന്നെ മറ്റു പ്രവചന പുസ്തകത്തിലും എത്രയോടത്ത് നമ്മൾ കാണുന്നു. യെശയ്യാ പ്രവാചകനോടും ദൈവം ഇത് തന്നെയാണ് പറയുന്നത്. ഇവർ മത്സരമുള്ള ജനമാണ്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ
പോറ്റി വളർത്തി. എന്നാൽ അവർ എന്നോട് മത്സരിക്കുന്നു. മത്സരമുള്ളവരുടെ അടുത്തേക്കാണ് പ്രവാചക ഞാൻ നിന്നെ അയക്കുന്നത്. ഞാൻ നിന്നെ അയക്കുന്നത് മത്സരമുള്ള ജനത്തിന്റെ അരികിലേക്കാണ്. ഈ പ്രവചന പുസ്തകത്തിലും യെശയ്യാ പ്രവചന പുസ്തകത്തിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. അവർക്ക് ചെവിയുണ്ട്, പക്ഷെ അവർ കേൾക്കത്തില്ല. കണ്ണുണ്ട്, പക്ഷെ അവർ കാണത്തില്ല. They are not going to accept. But you have the responsibility. അവര് കേട്ടാലും ഇല്ലെങ്കിലും നിനക്കൊരു ദൗത്യമുണ്ട്. നീ ഇത് പറയണം. ഈ മുന്നറിയിപ്പ്, ഈ സന്ദേശം കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് എത്രത്തോളം ഗൗരവമായിട്ട് കണ്ടിട്ടുണ്ട്? How much serious have we taken our responsibility to share the gospel? ഈ പ്രവാചകനോട് ദൈവം, ഇപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയ ഭാഗത്ത് 2-ാം അധ്യായത്തിൽ ദൈവം അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വായിച്ചപ്പോൾ എനിക്കതൊരു എൻകറേജ്മെന്റ് ആയിട്ട് തോന്നി. ഗോഡ് ഈസ് നോട്ട് സേയിങ്, ഇപ്പൊ ദൈവം പറയുന്നത് അവര് മത്സരമുള്ള, നീ പ്രസംഗിച്ചോണം എന്നൊക്കെ പറയുമ്പോൾ ഗോഡ് അണ്ടർസ്റ്റാൻഡ്സ് ദ പ്രീച്ചർ ഓൾസോ. ഈ കാവൽക്കാരന്റെ മാനസികാവസ്ഥയും ദൈവത്തിന് അറിയാം. ഈ ജനം ഇങ്ങനെ ഭയങ്കര റിബൽ ചെയ്ത് നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അറിയാതൊരു പേടി, അറിയാതൊരു ഭയം, എങ്ങനെ ഇത് പറയും, എന്തോ പറയുമെന്നുള്ളൊക്കെ ചിന്തകൾ കണ്ടേക്കാം. 6-ാം വാക്യം 2:6 പറയുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോണം. അവർ മത്സരിക്കുന്നവരാ, ഇന്ന് വരെ മത്സരിച്ചിട്ട് ഇരിക്കുന്നവരാ. പക്ഷെ നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. അവരുടെ വാക്കുകൾ നിന്നെ പേടിപ്പിക്കരുത്. അവരുടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. എന്ന് പറഞ്ഞാൽ അവര് പ്രവാചകൻ ഇങ്ങനെ നോക്കിയൊക്കെ പേടിപ്പിച്ച് കാണും. വല്ലാത്ത വാക്കുകളൊക്കെ അവരെ പറഞ്ഞ പ്രവാചകനെ വരുത്തി കാണും. But God is saying, do not be afraid. Do not be afraid. One of the most common reasons why people don't share is because we become afraid. നമ്മൾ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവം നമ്മളുടെ ആ വികാരത്തെ, നമ്മുടെ അവസ്ഥ അറിയാതെ നിങ്ങൾ പറയണം അവരങ്ങനെയാണ് എന്നുള്ള നിലയിൽ മാത്രമല്ല. ഗോഡ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഫിയർ ഓഫ് റിജക്ഷൻ. ജനം തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന ഭയം. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സന്ദേശം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനത്തിന്റെ പ്രതികരണമല്ല നമ്മളുടെ ദൗത്യത്തെ നിശ്ചയിക്കുന്നത്. അവർ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ കടമ ഈ സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. ജനത്തിന്റെ കാതുകളിൽ ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ജനത്തിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. When I depend on the Holy Spirit, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, നമ്മുടെ അടുത്ത് പാർക്കുന്നവരാകാം, നമ്മൾ വഴിയാത്രയിൽ കണ്ടുമുട്ടുന്നവരാകാം, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിന്റെ നിയോഗത്തിൽ ഈ സന്ദേശം അവരുടെ കാതുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം. ജനത്തിന്റെ ഹൃദയത്തെ തൊടുന്നത് ആത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ വായിച്ച 33-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം ആവർത്തിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അവരുടെ പ്രതികരണത്തിനല്ല ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്നത്. അവരെങ്ങനെ പ്രതികരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നിന്നോട് ഞാൻ കണക്ക് ചോദിക്കുന്നത് നീ അറിയിച്ചോ എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ്. കാവൽക്കാരനോട് ഈ ജനത്തിന്റെ നാശത്തിന് കണക്ക് ചോദിക്കുന്നത് കാവൽക്കാരൻ കാഹളം ഊതാതിരിക്കുമ്പോഴാണ്. കാഹളം ഊതിയിട്ടും ജനം തയ്യാറായില്ലെങ്കിൽ യു ആർ ഫ്രീ, യു ഹാവ് ഡൺ യുവർ റെസ്പോൺസിബിലിറ്റി. കാവൽക്കാരനായിരുന്നു ഞാൻ, കാഹളം ഊതി, ജനം കേട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ജനം തന്നെയാണ്. നമ്മൾ നമ്മളുടെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 33-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ദുശാഠ്യമുള്ള മത്സരിക്കുന്ന ഒരു ഗ്രഹത്തോട് ഈ സന്ദേശം പ്രവാചകൻ കൈമാറുമ്പോൾ തനിക്ക് ധൈര്യം പകർന്ന കാര്യം എന്നാ? What gives courage to proclaim this message?
ഈ കഠിനമായ വർത്തമാനം, ഈ കഠിനമായ സന്ദേശം മുഖം നോക്കാതെ പറയാനുള്ള ധൈര്യം എന്താ? നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നും കൂടെ കൊണ്ടുവരിക. 33-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ 2 കാര്യമാണ്. 2 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഫിസിക്കലായിട്ടുള്ള വാച്ച്മാന്റെ സംഭവം പറഞ്ഞിട്ട് 7 മുതലാണ് സ്പിരിച്വൽ ലെസൺ അതിൽ നിന്ന് ദൈവം നൽകുന്നത്. 2-ാമത്തെ വാക്യത്തിൽ അവർ നടത്തുന്ന അപ്പോയിന്റ്മെന്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കണം. ഒന്നുകൂടെ വായിക്കുക. നിങ്ങൾ അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കുക. 33-ന്റെ 2-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കണമേ. ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: വാള് വരുന്നുണ്ട്, വാള് വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്തു. ആരാണ് കാവൽക്കാരനെ തിരഞ്ഞെടുത്തത്? ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. ഞാനൊരു ഇച്ചിരി ഭാവനയായിട്ട് ഞാനൊന്ന് അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവരെല്ലാരും കൂടെ ഒന്ന് കൂടിയാലോചിച്ച് കാണും, ഇങ്ങനെ ഒരു എനിമിയുടെ അറ്റാക്ക്, ഒരു ശത്രുവിന്റെ അറ്റാക്ക് സാധ്യതയുണ്ട്. ഒരാളെ നമ്മൾ കാവൽക്കാരനായി മതിലിൽ ഇരുത്തണമല്ലോ. പ്രോബബിൾ കാൻഡിഡേറ്റ്സിനെയൊക്കെ അവർ അന്വേഷിച്ച് കാണാം. കാവൽക്കാരൻ ഒരു പക്ഷെങ്കിൽ ഒരാളുടെ ഫിസിക്കൽ എബിലിറ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കാം ഒരാളെ അപ്പോയിന്റ് ചെയ്തത്. എന്റെ ഒരു ചിന്തയിൽ എന്നെ പോലെയുള്ളവർക്കൊന്നും ഒരു യോഗ്യതയില്ല. കാരണം കണ്ണിന് നല്ല കാഴ്ച ഉള്ളവരായിരിക്കാം കാവൽക്കാരനായിട്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ കണ്ണാടി ഒന്ന് ഊരിയാൽ എന്തോ ആന്ന് കാണാത്തൊരവസ്ഥ. അപ്പൊ കാവൽക്കാരനായിട്ടിരിക്കുന്ന പുള്ളിക്കാരനെ ദീർഘദൂരം കാണണം. ഒരു ചെറിയ അനക്കം പോലും ശരിക്ക് കാണാൻ കാഴ്ചയുള്ള ഒരാളായിരിക്കാം. എക്സലന്റ് ഐസൈറ്റ്. അത് മാത്രമായിരിക്കത്തില്ല, ചിലപ്പോ നല്ല നീട്ടി കാഹളമൂതത്തക്കവണ്ണം ശ്വാസമൊക്കെ പിടിച്ച് നല്ല നീട്ടി ഒച്ചത്തിൽ കാഹളമൂതാൻ ആരോഗ്യമുള്ള ഒരാളെ ആയിരിക്കാം ഈ ജനം തെരഞ്ഞെടുത്ത് കാവൽക്കാരനായിട്ട് വെക്കുന്നത്. അപ്പൊ ഫിസിക്കലായിട്ടുള്ള കാവൽക്കാരന്റെ അപ്പോയിന്റ്മെന്റ് ജനം ഒരാളുടെ കഴിവ് നോക്കി, ഒരാളുടെ ആ ഫിസിക്കൽ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാവാം, അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുത്ത് വെക്കുന്നത്. പക്ഷെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. സ്പിരിച്വലായിട്ട് ഈ കാര്യത്തെ, പ്രവാചകന്റെ ദൗത്യത്തോട് അപ്പോയിന്റ്മെന്റിനെ പറ്റി പറയുമ്പോൾ 7-ാം വാക്യം ഒന്നും കൂടെ വായിക്കണമേ, ഒന്ന് ശ്രദ്ധിക്കണമേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുപോലെ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. നീ എന്റെ ആര് വെച്ചിരിക്കുന്നു? ഞാൻ നിന്നെ. കണ്ടോ, 1-ാമത്തെ ആ സംഭവത്തിൽ ജനത്തിന്റെ ഇടയിലെ കഴിവുള്ളവരെ, ഇതിന് പ്രാപ്തിയുള്ളവരെ ആയിരിക്കാം വെച്ചത്. പക്ഷെ ഈ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുമ്പോൾ ദൈവം പറയാ, ഇത് ജനത്തിന്റെ ഇടയിൽ പ്രസംഗിക്കാൻ കഴിവുള്ളവരെ നോക്കിയിട്ടല്ല, ജനത്തിന്റെ ഇടയിൽ തന്റെ ഇടമുള്ളവരെ നോക്കിയിട്ടല്ല, ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആണ്. ആ 7 മുതൽ താഴേക്കുള്ള വാക്യം വായിച്ചാൽ ആവർത്തിച്ച് അതിനകത്തിൽ പറയുന്ന വാക്ക് എന്തോ അറിയാമോ? ഞാൻ എന്റെ വായിൽ നിന്ന്, ഞാൻ ദുഷ്ടനോട് ഞാൻ പറയുമ്പോൾ എന്റെ വാക്ക്, ഞാൻ ആവർത്തിച്ചു പറയുക. ഈ കാവൽക്കാരനോട് പറയുക, നീ സന്ദേശം ഉണ്ടാക്കണ്ട, നീ ഒരു സന്ദേശം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പറയണ്ട, ഈ സന്ദേശം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അർത്ഥം, ഈ കാവൽക്കാരന് അധികാരം നൽകുന്നത് എന്താ? സുവിശേഷ വേലയ്ക്ക്, സുവിശേഷം പറയാൻ നമുക്ക് അതോറിറ്റി, നമുക്ക് ധൈര്യം പകർന്നത് എന്താ? നമ്മളെ തെരഞ്ഞെടുത്ത, നമ്മുടെ മേൽ കിടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് നമ്മുടെ കഴിവല്ല, അത് നമ്മളുടെ വാക്കുകൾ നല്ലവണ്ണം പറയാൻ പറ്റുന്നതിന്റെ ആ ഒരു കഴിവൊന്നുമല്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ബലഹീനരായ മനുഷ്യരുടെ മേൽ ഈ പറയുന്ന സന്ദേശത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഒരു ഡിവൈൻ അതോറിറ്റിയാണ്, ഒരു ദൈവീക അധികാരമാണെന്നുള്ള തിരിച്ചറിയുക. ഐ നീഡ് നോട്ട് ഇൻവെന്റ് ദ മെസ്സേജ്. ആ സന്ദേശത്തെ ഉണ്ടാക്കണ്ട.
ഞാൻ എന്റെ സന്ദേശം അല്ല പറയുന്നത്. when you share the gospel, ഞാൻ എന്റെ കേൾവിക്കാരുടെ, ഞാൻ ഉൾപ്പെടെ നമ്മളുടെ ധൈര്യത്തിന് വേണ്ടി പറയാം, when you share the gospel, it is not our message. ഇത് നമ്മളുടെ സന്ദേശം അല്ല. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഉയരത്തിലെ അധികാരമാണ്. ദൈവമാണ് ചരിത്രത്തിന്റെ ഈ സമയത്ത്, ഈ വർഷത്തിൽ, ഈ സ്ഥലത്ത് എന്നെ ആക്കിയത് ദൈവമാണെന്നുള്ള ഉറപ്പുണ്ടാകണം. God has appointed me in this place. നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന വ്യത്യസ്ത സ്ഥലത്തായിരിക്കാം. ഇത് കേൾക്കുന്നവർ പല സ്ഥലങ്ങളിലാണ്. നിങ്ങളെ അവിടെ ആക്കിയത്, എന്നെ ഇവിടെ ആക്കിയത് ദൈവമാണ്. ഈ സന്ദേശം നൽകിയത് ദൈവമാണ്. ഇത് പറയുമ്പോൾ ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. ജനം കളിയാക്കും, ജനം അംഗീകരിച്ചെന്ന് വരത്തില്ല. ജനം നോക്കി ഇപ്പൊ പറഞ്ഞ പോലെ പേടിപ്പിച്ച് കാണും. It doesn't matter because I am appointed by God and that is the authority that I have. മുന്നോട്ട് പോകുമ്പോ നിങ്ങൾ ആ കാവൽക്കാരന്റെ ആ ഒരു മെറ്റഫർ, ആ ഒരു ഫിസിക്കൽ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചിന്തിക്കണം. മതിലിന് മേലിരിക്കുന്ന ഈ കാവൽക്കാരൻ താൻ നോക്കുമ്പോൾ യെസ് an enemy is approaching, ഒരു ശത്രു വരുന്നുണ്ട്, നമ്മളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനാന്ന് തോന്നുന്നുണ്ട്. യെസ് he is having some weapons, ഒരു സൈന്യം പോലൊക്കെ തോന്നുന്നു താൻ നോക്കുമ്പോ. ഈ കാവൽക്കാരൻ ഒരൊറ്റ നിമിഷം പാഴാക്കാതെ കാണുന്ന ആ സമയത്ത് തന്നെ കാഹളമൂതണം. സത്യമല്ലയോ? കാവൽക്കാരൻ നോക്കുമ്പോ സൈന്യം വരുന്നുണ്ട്, എന്നാ കുഴപ്പമില്ല, ഇന്ന് കഴിയട്ടെ, നാളെ രാവിലെ ഊതാമെന്ന് ചിന്തിച്ചാൽ ഈ വരുന്ന സൈന്യം ആക്രമിച്ച് കടന്ന് നശിപ്പിച്ചിരിക്കും. At that very moment it must be done because it's an urgent message. ഞാനിത് ഇപ്പോൾ പറഞ്ഞു വരുന്ന സുവിശേഷീകരണവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ, even the gospel is an urgent message. എന്നെ കർത്താവ് രക്ഷിച്ചെങ്കിൽ yes I must share it with others. ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാനിതിനെ ആ മെറ്റഫറുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കിയത്, എന്നോട് എന്റെ ഉള്ളിൽ കർത്താവ് ഇടപെട്ടൊരു ഭാഗമുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട പലരെയും ഒരു പക്ഷെങ്കിൽ പിന്നീട് കാണത്തില്ലായിരിക്കാം. ഞാൻ എന്റെ യാത്രയിൽ പലരെ കണ്ടു, ഐ ഡിഡ്ന്റ് ഷെയർ, ഞാൻ പല കാര്യങ്ങളിൽ തിരക്കാൻ ഞാൻ അങ്ങനെ അങ്ങ് പോയി. ആ കണ്ടവരെ ഇനിയും ഞാൻ കണ്ടെന്ന് വരത്തില്ല. സത്യമല്ലയോ? വി ട്രാവൽ സെവറൽ പ്ലേസ്, നമ്മൾ എത്രയോ പേരെ കണ്ടു, നമ്മൾ തിരക്കായിരുന്നു. യെസ് വി വർ കോട്ട് അപ്പ് വിത്ത് സെവറൽ തിങ്സ്, വി മിസ്ഡ് ഷെയറിംഗ് ദം. ദ ലോർഡ് ജസ്റ്റ് ഈ കാര്യം ചിന്തിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കർത്താവ് വിട്ട ചിന്ത, അവരെ നീ ഒരു പക്ഷെങ്കിൽ പിന്നീട് ഒരിക്കലും കാണത്തില്ല. How serious, how urgently we must share this message then. പുതിയ നിയമത്തിൽ എത്രയോ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങൾ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ. പത്രോസ് പറയുന്നത് അങ്ങനല്ലേ? നിങ്ങളെ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം ഈ വിടുവിച്ചവന്റെ സന്ദേശത്തെ പ്രൊക്ലെയിം ചെയ്യാനാണ്. ടു warn the people, to proclaim the way of salvation. പൗലോസ് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ കടപ്പെട്ടിരിക്കുന്ന എത്രയോ ഭാഗങ്ങൾ, എത്രയോ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കാം പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദൗത്യം തിരിച്ചറിയുക. ലോർഡ്, നമ്മൾ ഇത് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത് ഞാൻ ഇടപെടുന്നവരോട് ഈ സന്ദേശം കൈമാറാനുള്ള അവസരങ്ങൾ എനിക്ക് നൽകണമേ. ഈ സന്ദേശത്തെ വ്യക്തമായി പറയാനുള്ള ക്ലാരിറ്റി എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന. നമുക്കിത് സുവിശേഷീകരണത്തോട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ, നമ്മുടെ ദൗത്യത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ സഹായിക്കട്ടെ. ഇത് ഞാൻ ഒരു സൈഡിൽ ഈ കാവൽക്കാരന്റെ ദൗത്യം
ദുഷ്ടനോട് നീ മരിക്കുമെന്നുള്ള സന്ദേശത്തെ നീ പറയണം. എസെക്കിയേൽ പ്രവാചകനാണ്. അതിനെ നമ്മൾ അവിശ്വാസികളോട്, നമ്മൾ പാർക്കുന്ന ദേശത്തിൽ കർത്താവിനെ അറിയാത്തവരോട് സുവിശേഷം പറയുന്നതിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ തന്നെ there is also an another side of this road. ഇതേ കാര്യത്തിന്റെ ഉണ്ട്. എസെക്കിയേലിനോട് പറയുന്നത് ദുഷ്ടനോട് മാത്രമല്ല നീ സന്ദേശം പറയേണ്ടത്, നീ നീതിമാനോടും സന്ദേശം പറയേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ കാണുന്നത് 3-ാമത്തെ അധ്യായത്തില്. ഇതേ കാര്യം തന്നെയാണ് 3-ാം അധ്യായത്തിലെങ്കിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത വാക്യം മാത്രം ഒന്ന് നോക്കണം. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് നോക്കാമോ? 3:20. എസെക്കിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 20. അഥവാ നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായോണ്ട് അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. കേട്ടോ, 33-ൽ നമ്മൾ കണ്ടത് ദുഷ്ടനോട് നീ അറിയിക്കണം, നീ മരിക്കും. ഇവിടെ 3-ാം അധ്യായത്തിൽ ഇതേ കാര്യം പറയുമ്പോൾ പറയാ, നീ ദുഷ്ടനോട് പറയുന്നതോടൊപ്പം തന്നെ നീ നീതിമാനോട് പറയണം. കാരണം നീതിമാൻ ഇപ്പോ ചെറുതായിട്ട് നീതി വഴിയൊക്കെ വിട്ട് വക്രതയുള്ള ഭാവ വഴിയിലേക്കൊക്കെ കടന്നിരിക്കുക. പറഞ്ഞു വരുന്ന കാര്യം, സിറ്റി നീഡ്സ് വാച്ച്മാൻ. പട്ടണത്തിന് കാവൽക്കാരെ ആവശ്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു സുവിശേഷീകരണത്തിലുള്ള ബന്ധത്തിൽ. ഞാൻ അതിന്റെ മറ്റൊരു സൈഡ് പറയാ, ചർച്ച് നീഡ് വാച്ച്മാൻ. സഭകൾക്ക് കാവൽക്കാരെ ആവശ്യമുണ്ട്. ഈ പ്രെയർ ലൈനിലുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് കാവൽക്കാരെ ആവശ്യമുണ്ട്. സഭയ്ക്കകത്ത് നീതിമാന്മാരാണ്, കർത്താവിന് വേണ്ടി നിന്നവരാണ്. പക്ഷെങ്കിൽ ആത്മീയതയിൽ ക്ഷീണിച്ച് ട്രാക്ക് വിട്ടുപോകുമ്പോൾ അകത്തുള്ളവരെ വാൺ ചെയ്യാൻ കാവൽക്കാരെ സഭകൾക്ക് ആവശ്യമുണ്ട്, കൂട്ടായ്മകൾക്ക് ആവശ്യമുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരു സഭയാകുമ്പോൾ, ഒരു ആത്മീയ കൂട്ടായ്മ, നിങ്ങളൊക്കെ ആയിരിക്കുന്ന സഭകളെ പറ്റി തന്നെ ചിന്തിക്കുക. നമ്മളായിരിക്കുന്ന ലോക്കൽ ചർച്ചിനെ പറ്റി തന്നെ ചിന്തിക്കുക. വി ആർ കോൾഡ് ടു ബി വാച്ച്മാൻ. നമ്മൾ ആ കൂട്ടായ്മയുടെ, ആ സഭയുടെ മതിലിൽ കാവൽക്കാരായി ഇരിക്കാൻ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുക. എന്തിനു വേണ്ടി? സഭയിൽ കലക്കം കൊണ്ടുവരാൻ സാധ്യതയുള്ള, സഭയിൽ ഭിന്നത കൊണ്ടുവരുവാൻ സാധ്യതയുള്ള, സഭയുടെ കൂട്ടായ്മയെ, ഐക്യതയെ തകർത്ത് കളയാൻ സാധ്യതയുള്ളതിനെ ഡിസേൺ ചെയ്യാൻ ഈ മതിലിൽ നിന്ന് നോക്കി അതിനെതിരെ ദൂതു പറയുന്നവരെ കൂട്ടായ്മകൾക്ക്, ആത്മീക സമൂഹങ്ങൾക്ക്, സഭകൾക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ച്. ഇന്നലെ നമ്മൾ 33-ാം അധ്യായത്തിൽ വന്നിരുന്നു. അതിന്റെ അവസാനത്തെ ഭാഗം ചിന്തിച്ചിരുന്നു. ആരെ പറ്റിയാ? ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുക കുറെ പേര്, എന്റെ ജനമായിട്ടൊക്കെ ഇരിക്കുക. പക്ഷെ ഈ എസെക്കിയേൽ എന്ന് പറയുന്ന 33-ാം അധ്യായത്തിലെ നമ്മുടെ കാവൽക്കാരന് ദൈവം അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. എന്തുവാ? ഈ വന്നിരിക്കുന്നവരുണ്ടല്ലോ, അവർ നീ കാണുന്നത് പോലെ അല്ല. നിന്റെ ദൃഷ്ടിയിൽ അവർ കേൾക്കാൻ വന്നിരിക്കുക, നിന്റെ ദൃഷ്ടിയിൽ നിന്നെ പുകഴ്ത്തുന്നവരാ. പക്ഷെ ഇവർ അനുസരിക്കാൻ വന്നവരല്ല, ഇവർ അഭിനയിക്കുന്നവരാണ്. ഇവർ അഭിനയിക്കുന്നവർ മാത്രമാണ്. അത് കേൾവിക്കാരെ പറ്റി മാത്രം പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമാവും, ഇൻക്ലൂഡിംഗ് ദ പ്രീച്ചർ. ഞാൻ ഉൾപ്പെടെ. യെസ്, ഐ ക്യാൻ ഗിവ് ദ എക്സ്പോസിഷൻസ് ഓഫ് ദ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിന്റെ എക്സ്പ്ലനേഷൻ നല്ല നിലയിൽ പറയാൻ എളുപ്പമാ. പക്ഷെ അത് അനുസരിക്കുന്നവനാണോ എന്ന് അറിയണമെങ്കിൽ വാച്ച്മാന്റെ റോളിൽ നിൽക്കുന്നവരെയാണ് വേണ്ടത്. അത് യേശുവും പറഞ്ഞിട്ടുണ്ടല്ലോ, പരീശന്മാരെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ അവരുടെ പഠിപ്പിക്കലാണ്, പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ അവരുടെ ജീവിത രീതി, അവിടെയാണ് കാവൽക്കാരന്, ദിവ്യദർശനമുള്ള കാവൽക്കാരൻ, അവൻ കെയർഫുള്ളി ശ്രദ്ധിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാ. 14-ാം അധ്യായത്തിലൊക്കെ നമ്മൾ അത് തന്നെയല്ലേ ചിന്തിച്ചത്? ജനത്തിന്റെ കപടത മനസ്സിലാക്കാൻ, ജനത്തിന്റെ അഭിനയം തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ
ദർശനമുള്ള കാവൽക്കാർ നമുക്ക് ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഞാനിത് പറഞ്ഞപ്പോൾ എന്റെ കുഞ്ഞിലെ ഞാൻ പണ്ട് നടന്നൊരു സംഭവം എന്റെ ഓർമ്മയിൽ വന്നത് ഞാൻ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഞാൻ നേരത്തെ ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സഭയിൽ ഞാൻ ഒരു സ്കൂൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. നിങ്ങൾക്ക് പല അനുഭവങ്ങൾ കണ്ടേക്കാം, അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ ധ്യാനിക്കണം. ഞങ്ങളുടെ ചർച്ചിൽ സഭായോഗം, ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നു, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സഭായോഗം നടക്കുകയാണ്. സഭായോഗത്തിൽ എല്ലാവരും സാക്ഷ്യം പറയാനുള്ള സമയമായി. വൺ ആഫ്റ്റർ വൺ എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയാം. സാക്ഷ്യം പറയുന്നതിന്റെ കൂട്ടത്തിൽ പുതുതായിട്ടന്ന് വന്ന ഒരു സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. താൻ ഇംഗ്ലീഷിലാണ് സാക്ഷ്യം പറയുന്നത്. താൻ വിദേശത്തേതോ മറ്റൊരു രാജ്യത്തിൽ നിന്ന് അവിടെ വന്നതാണ്. സാക്ഷ്യം ഇങ്ങനെ പറയാ. സാക്ഷ്യം മാത്രമല്ല, പ്രബോധിപ്പിക്കാൻ നിൽക്കുക. തന്നെ പരിചയപ്പെടുത്തി താൻ പ്രബോധനം തുടങ്ങി. ഞാൻ ഇന്നെന്ന പോലെ അത് ഓർക്കുന്നു. ആ സന്ദേശം ഇങ്ങനെയായിരുന്നു. He said, Psalm 23 ആണ് എഴുതുന്നത്. ഞാൻ നിന്റെ ശത്രുക്കൾ മുൻപാകെ മേശ ഒരുക്കും എന്നുള്ള വാക്ക്. I'll prepare a table before your enemies. And he is preaching about the table. ഇന്നത്തെ പ്രസംഗം ടേബിളിനെ പറ്റിയാണ്. TABLE. TABLE എടുത്തിട്ട് T ഫോർ താങ്ക്സ് ഗിവിംഗ്, A ഫോർ മറ്റൊരു വാക്ക്, ഇങ്ങനെ ഓരോന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വരിക. അപ്പൊ ടീയെ പറ്റി പറഞ്ഞു. T എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഗിവിങ്ങിനെ പറ്റിയാണ്, നന്ദിയുള്ളവരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തത് എയെ പറ്റി പറഞ്ഞു. എ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേന് ഞങ്ങളുടെ ചർച്ചിൽ അന്നുണ്ടായിരുന്ന കൂട്ടത്തിലെ ഒരു അങ്കിൾ ശക്തമായ ഭാഷയിൽ വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ഈ പ്രബോധിപ്പിക്കുന്ന ആളെ പറ്റി ദൂത് പറയാൻ തുടങ്ങി. ദൂതെന്ന് പറഞ്ഞാൽ തന്റെ ചരിത്രം മുഴുവനും അങ്ങ് പറഞ്ഞു. ഈ പറയുന്നത് പോലെ ട്രാക്ക് വിട്ട് ദൈവ വഴി വിട്ട് സഞ്ചരിച്ചതെല്ലാം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ബിയും എല്ലും ഇയും ഒന്നും പറയേണ്ടി വന്നില്ല. ദൂത് കേട്ടപ്പോഴേ ആൾ അവിടെ ഇരുന്നു. സഭകളിൽ അങ്ങനെ വിവേചിച്ച് ദൂത് പറയുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് കുഞ്ഞിലെ അങ്കിളിനെ പിന്നെ വിളിക്കുന്നത് ദൂതങ്കിൾ എന്നായിരുന്നു. ഞങ്ങൾക്കത് വലിയ, ആ പ്രായത്തിൽ ഞാനത് കാണുമ്പോൾ എനിക്കത് വളരെ അതിശയമായിട്ട്, ഞങ്ങൾ ആദ്യ വിശ്വാസത്തിലേക്കൊക്കെ വരുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. We were afraid. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇന്ന് ആർക്കും കയറി എന്തും പറയാം. മനോഹരമായി പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ വാവ്. ബട്ട് വി നീഡ് വാച്ച്മാൻ. എങ്ങനെയുള്ള വാച്ച്മാൻ? ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് വരുന്ന ദൈവാലോചന കേൾക്കുന്ന, ഡിസേൺമെന്റ് ഉള്ള, വിവേചിക്കാൻ കൃപയുള്ളവർ നമ്മുടെ സഭകളിൽ, കൂട്ടായ്മകളിൽ വേണം. എത്രയോ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് പുതിയ നിയമത്തിൽ ഉണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബി വാച്ച്ഫുൾ, ബി അവെയർ. എത്രയോ ഭാഗങ്ങൾ സഭയെ നശിപ്പിച്ചു കളയാൻ, കൂട്ടായ്മകളെ തകർത്ത് കളയാൻ, പാപത്തിലേക്കും ഫോൾസ് ഡോക്ട്രിനിലേക്കൊക്കെ, കള്ള വ്യാജ ഉപദേശങ്ങളിലേക്കൊക്കെ വഴിതെറ്റിച്ചു വിടാൻ പലരും സഭയ്ക്കകത്ത് കടക്കുമ്പോൾ മതിലിലുള്ള കാവൽക്കാരെന്തിയെ, കാഹളമൂതണ്ട കാവൽക്കാരെന്തിയെ, ഇത് പാപമാണ്, ഇത് വ്യാജമാണ്, ഇത് കപടതയാണെന്ന് വിളിച്ചു പറയുന്ന കാവൽക്കാരെ നമുക്ക് ആവശ്യമാണ്. പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ, എത്രയോ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ, സഭയ്ക്കകത്ത് തുടങ്ങിയ, സഭയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന ആത്മീയ അധപ്പതനത്തെ വിവേചിച്ചുകൊണ്ട് മനസ്സിലാക്കി വ്യക്തമായ ശക്തമായ ഭാഷയിൽ ദൂത് പറഞ്ഞ എത്രയോ ഭാഗങ്ങൾ. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി, പക്ഷെ ജഡത്തിൽ അവസാനിച്ചു. നിങ്ങൾക്ക് ഞാൻ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയതാ, പക്ഷെ നിങ്ങൾ ഇപ്പോൾ മറിഞ്ഞു പോയിരിക്കുന്നു, മറ്റൊരു സുവിശേഷത്തിലേക്ക് വീണു പോയിരിക്കുന്നു. ഒരു സഭയിൽ നിന്ന് താൻ പോകുമ്പോൾ താൻ ആ സഭയിലുള്ള മൂപ്പന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞ ഭാഗം നമുക്ക് വളരെ അറിയാവുന്ന ഭാഗമാണ്. നിങ്ങൾ അലേർട്ടായിരിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ വാച്ച്ഫുൾ ആകണം. കാരണം എന്താ? ഞാൻ പോയി കഴിയുമ്പോൾ വലിച്ചു കീറിക്കളയുന്ന ചെന്നായ്ക്കൾ കടക്കും. അത് കടക്കാതിരിക്കണമെങ്കിൽ
അലേർട്ടായിട്ടുള്ള വാച്ച്മാൻ ഈ മതിലിൽ ഉണ്ടാകണം. കൂട്ടായ്മയ്ക്കകത്തേക്ക് വ്യാജന്മാർ പ്രവേശിക്കാതെ, സഭയ്ക്കകത്ത് കള്ളന്മാർ കടക്കാതെ മതിലിൽ കാവൽക്കാർ. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇതേ കാര്യങ്ങൾ പറയുന്നില്ല. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നുള്ള കുറവ് സഭയ്ക്കകത്തുള്ള പ്രശ്നമാണിത്. ആദ്യ സ്നേഹമില്ല. അതേ സഭയോട് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു നല്ല കാര്യം ആ സഭയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അപ്പോസ്തോലന്മാർ ആണെന്ന് പറഞ്ഞു വന്ന പലരെയും നിങ്ങൾ ശോധന ചെയ്ത് അവർ അല്ല എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. യെസ്, ദാറ്റ്സ് എ നീഡ്. സഭയ്ക്ക് കാവൽക്കാരെ ആവശ്യമാണ്. സഭയ്ക്കകത്ത് ആത്മീക അധപ്പതനങ്ങൾ സംഭവിക്കുന്നത് സെൻസ് ചെയ്യാൻ, ആത്മീക ഡീഗ്രേഡേഷൻ, സ്പിരിച്വൽ ഡീഗ്രേഡേഷൻ സെൻസ് ചെയ്ത് അതിനെ ഡിസേൺ ചെയ്ത് ദൂത് പറയാൻ, കാഹളമൂതാൻ കാവൽക്കാരെ നമുക്ക് ആവശ്യമാണ്. നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, യു വിൽ സേവ് യുവർ ലൈഫ് by proclaiming the message. പുറത്ത് സുവിശേഷീകരണമാണ്. കർത്താവിൽ കൂടെയുള്ള രക്ഷയെ പറ്റി, ഇല്ലെങ്കിൽ വരുന്ന നിത്യന്യായവിധിയെ പറ്റി പറയുമ്പോൾ സഭയ്ക്കകത്ത് നമ്മൾ പറയേണ്ടത് ആത്മീകരാണ്. ആത്മീകതയിലൊക്കെ തുടങ്ങിയതാ, പക്ഷെങ്കിൽ ചെറുതായിട്ട് തെന്നി മാറുമ്പോൾ ഇത് നാശത്തിലേക്കാണ്, ഇത് വ്യാജമാണെന്ന് വിരൽ ചൂണ്ടി ദൂത് പറയാൻ ദൈവകൃപയുള്ളവർ ഈ സഭകളുടെ മതിലിൽ ആവശ്യമാണ്, അല്ല അത്യാവശ്യമാണ്. Churches need watchmen. വാച്ച്മാന്റെ ദൗത്യം ഡിസേൺമെന്റോടെ ശത്രുവിന്റെ അറ്റാക്ക് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ വിവേചിച്ച് ദൂത് പറയുന്ന, ആത്മാവിൽ വിവേചിച്ച് മുഖം നോക്കാതെ ദൂത് പറയുന്ന കാവൽക്കാരെ സഭകൾ അന്വേഷിക്കുന്നു, സഭകളിൽ ദൈവം അന്വേഷിക്കുന്നു. So the first responsibility will be to proclaim, to preach the message, to warn the people, to warn them that a danger, a judgment is coming. സമയം മുന്നോട്ട് പോകുന്നു. നമുക്ക് പെട്ടെന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. ഇതിനോട് ചേർത്ത് നമ്മൾ വെച്ചത് 9-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. ഒന്ന് പെട്ടെന്ന് 9-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരണം. ഞാൻ ആ ഭാഗങ്ങൾ ഒന്ന് ഓടിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചിട്ട് ഞാൻ എന്റെ സന്ദേശത്തെ കൺക്ലൂഡ് ചെയ്യാം. ചാപ്റ്റർ 9, 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? അനന്തരം ഞാൻ കേൾക്കെ, അവൻ അത്യുച്ചത്തിൽ വിളിച്ച് നഗരത്തിന്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവീൻ, ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, ഞാൻ ആ കാര്യം അങ്ങ് പറയാം. എല്ലാം വായിച്ചാൽ ചിലപ്പം സമയം നമ്മുടെ മുമ്പിൽ തികയത്തില്ല. എങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ സംഭവം. രണ്ടാമത്തെ ഇൻസിഡന്റ്, ഒന്ന് കാവൽക്കാരനെ അപ്പോയിന്റ് ചെയ്യുന്നു. അവിടുന്ന് നമ്മൾ കണ്ടത് preach the message, proclaim the message, warn the people. That is a role, key role of the watchman. രണ്ടാമത്തെ ഒരു ദൗത്യം, രണ്ടാമത്തെ ആ ഒരു വാച്ച്മാന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇവിടുത്തെ സംഭവം പ്രവാചകൻ കാണുകയാണ് ദർശനത്തിൽ 6 പുരുഷന്മാരെ താൻ കാണും. ഈ പുരുഷന്മാരുടെ കയ്യിൽ വെൺമഴു, എ ഡെഡ്ലി വെപ്പൺ, ജനത്തെ കൊല്ലാൻ ഉപയോഗിക്കത്തക്കവണ്ണം ശക്തിയുള്ള ഒരു ആയുധം, മഴു, വെൺമഴു എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ, എ ഡെഡ്ലി വെപ്പൺ. 6 പേര്, 6 പുരുഷന്മാർ. നിങ്ങൾ ഇതൊന്ന് സങ്കല്പിക്കുക എന്നോടൊപ്പം. ഇത് പറയുമ്പോൾ തന്നെ ഈ സന്ദേശം വ്യക്തമാകും. 6 പുരുഷന്മാർ കയ്യിൽ മഴുവുമായിട്ട് നിൽക്കുക. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി മറ്റൊരുത്തൻ. കണ്ടോ, 6 പുരുഷന്മാർ മഴുവുമായിട്ട് നിൽക്കുന്നു. അവരുടെ നടുവിൽ മറ്റൊരു പുരുഷൻ. ആ പുരുഷന്റെ കയ്യിൽ ഇങ്കുണ്ട്, എഴുത്തുകാരന്റെ മഷിക്കുപ്പി, എ പേഴ്സൺ വിത്ത് ഇങ്ക്. എന്നിട്ട് സംഭവിക്കുന്ന കാര്യം, ഈ ശണവസ്ത്രം ധരിച്ച് മഷിക്കുപ്പിയുമായിട്ട് നിൽക്കുന്ന പുരുഷനോട് യഹോവയായ ദൈവം വിളിച്ചു പറയുക,
നീ ഈ നഗരത്തിലേക്ക് കടക്കണം. ഏത് നഗരം? യെരുശലേം നഗരത്തിലേക്ക് കടക്കണം. നീ കയ്യിലിരിക്കുന്ന മഷിക്കുപ്പിയുമായിട്ട് ഈ പട്ടണത്തിലേക്ക് കടന്നിട്ട് ഈ പട്ടണത്തിൽ സംഭവിക്കുന്ന മ്ലേച്ഛതകൾ കണ്ടിട്ട് നെടുവീർപ്പിടുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളമിടണം. കേട്ടോ എല്ലാവരും? പട്ടണത്തിൽ മ്ലേച്ഛതയുണ്ട്. പട്ടണത്തിലെ മ്ലേച്ഛത എന്തുവാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതാ, ഞാൻ ആവർത്തിക്കുന്നില്ല. 8-ാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു. ഇതിലും മ്ലേച്ഛമായത് നീ കാണും. ബിംബാരാധന, ആലയത്തിന്റെ അകത്ത് മറ്റ് ദൈവങ്ങളുടെ പിക്ചർ വെച്ച് അതിനെ ആരാധിക്കുന്നു, സൂര്യ നമസ്കാരം, തമൂസ് ദേവന് വേണ്ടിയുള്ള കരച്ചിൽ, രഹസ്യത്തിൽ മൂപ്പന്മാർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ പട്ടണം. ദൈവം പറയാണ്, ഒരു മഷിക്കുപ്പിയുമായിട്ട് നീ ഇറങ്ങി ആ മ്ലേച്ഛത കണ്ട് നെടുവീർപ്പിടുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളമിട്. എന്നിട്ട് ഈ അടയാളം ഇട്ടതിന് ശേഷം ദൈവം പറയാ, ബാക്കി നിൽക്കുന്ന 6 പുരുഷന്മാരോട്, ഈ മഴയുമായിട്ട് നിൽക്കുന്ന 6 പുരുഷന്മാരോട് ദൈവം പറഞ്ഞു, ഈ മഷിക്കുപ്പി കൊണ്ട് പോയ പുരുഷന്റെ പുറകെ നിങ്ങളും പോകാൻ. എന്നിട്ട് അടയാളം ഇല്ലാത്ത, നെറ്റിയിൽ അടയാളമില്ലാത്ത സകലരെയും വെട്ടുവീ. പുരുഷന്മാരോട് പറഞ്ഞു, കയ്യിലുള്ള വൻമഴുവെടുത്ത് വെട്ടി വീഴ്ത്തണം. ആരെ? നെറ്റിയിൽ അടയാളമില്ലാത്ത സകലരെയും. കരുണ കാണിക്കരുത്, ആദരവ് കാണിക്കരുത്, കരുണ കാണിക്കരുത്. വൃതന്മാരെ, യൗവനക്കാരെ, കന്യകമാരെ, പൈതങ്ങളെ, സ്ത്രീകളെ കൊന്നുകളവീൻ. അടയാളമുള്ള ഒരുത്തനെ തൊടരുത്. അയ്യോ, ഇത് വ്യാഖ്യാനിക്കാതെ തന്നെ പറഞ്ഞു വരുന്ന കാര്യം വ്യക്തമായില്ലേ? ഗോ ഇൻ ടു ദ സിറ്റി. പട്ടണത്തിലെ മ്ലേച്ഛത കണ്ട് വേദന ഹൃദയത്തിലുണ്ടോ? പട്ടണത്തിലെ പാപം കണ്ട്, പട്ടണത്തിലെ നാശം കണ്ട് ഹൃദയത്തിൽ നെടുവീർപ്പുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ 68-70 പേരുണ്ട്. ഈ മഷിക്കുപ്പിയുമായിട്ട് ഒരാൾ നമ്മളെ ഒന്ന് നോക്കുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ചേ. ഞാൻ പാർക്കുന്ന ഈ തിരുവല്ല ദേശത്തിലെ പാപം കണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ടോ? നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിലെ പാപം കണ്ട്, അവിടുത്തെ തകർച്ച കണ്ട് നമ്മുടെ ഹൃദയം കലങ്ങുന്നുണ്ടോ? നെടുവീർപ്പിടുന്ന ഒരു തകർച്ച നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് കർത്താവ് നോക്കുക. It must disturb us, my dear people of God. യൗവനക്കാർ നശിക്കുന്നു, പ്രായമുള്ളവർ നശിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു. It must scare us, it must pain our heart, it must break our hearts that we cry. നമ്മുടെ ഉള്ളിൽ ഒരു വേദന, a weeping must be in our hearts. പുതിയ നിയമത്തിൽ വാക്യങ്ങളുണ്ട്. യേശു കർത്താവ് ജനത്തെ കണ്ടപ്പോൾ, ഇടയനില്ലാതെ വഴിതെറ്റിപ്പോയ ആടുകളെ കണ്ടപ്പോൾ he had compassion. തന്റെ ഹൃദയത്തിൽ ഒരു തേങ്ങൽ. തുറന്ന് വായിക്കുന്ന ഭാഗം, ഈ പുരുഷന്മാർ പട്ടണത്തിൽ കടന്നു. ദൈവത്തിന്റെ ആലോചന പ്രകാരം പട്ടണത്തിൽ കടന്ന് നെറ്റിയിൽ അടയാളമില്ലാത്ത ഓരോരുത്തരെയും കൊന്നു തുടങ്ങിയപ്പോൾ വലിയൊരു സംഹാരം നടന്നു. വലിയൊരു സംഹാരം. എന്നിട്ടാണ് നമ്മൾ വായിച്ച 8-ാം വാക്യം, അവരെ കൊന്നുകളഞ്ഞ ശേഷം ഞാൻ മാത്രം ശേഷിച്ചു. What has happened to the city? പാപം ചെയ്യുന്ന ഒരു കൂട്ടത്തിന് ന്യായവിധി. പാപത്തെ കണ്ട് ഒന്നും തോന്നാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവരെ നശിക്കുക. പ്രവാചകൻ പറയാ, only I remained. ആര്? ഈ എസെക്കിയേൽ എന്ന് പറയുന്ന ദേശത്തിന്റെ കാവൽക്കാരൻ മാത്രം ശേഷിക്കുകയാ. എന്താ കാരണം? തന്റെ ഉള്ളിൽ ഒരു നെടുവീർപ്പുണ്ട്. യെരുശലേമിന്റെ തകർച്ച കണ്ട് ഹൃദയത്തിൽ ഒരു നെടുവീർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ മരണത്തിൽ നിന്ന് താൻ മാത്രം ശേഷിക്കുക. ഞാൻ ഈ പ്രവാചകന്റെ ഹൃദയത്തിന്റെ ആ ഒരു നിലവാരം, ആ ഒരു നെടുവീർപ്പ് കാണിക്കാൻ ഞാൻ നിങ്ങളെ നോക്കണം. നമ്മൾ 9-ാമത്തെ അധ്യായമാണല്ലോ വായിച്ചത്. അടുത്ത അധ്യായങ്ങളിലേക്ക് ഒന്ന് കടന്നു വരണം. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. 11-ാമത്തെ അധ്യായത്തിന്റെ
13 വാക്യം ഒന്ന് നോക്കിക്കേ. 11:13. എസെക്കിയേൽ ചാപ്റ്റർ 11 വേഴ്സ് 13. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെനായാവിന്റെ മകനായ പെലത്യാവ് മരിച്ചു. അപ്പോൾ ഞാൻ കവിണ്ണു വീണ് ഉറക്ക നിലവിളിച്ചു, അയ്യോ യഹോവയായ കർത്താവേ, ഇസ്രായേൽ ശേഷിപ്പുള്ളവരെ നീ അശേഷം മുടിച്ചു കളയുമോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നിങ്ങളത് കേട്ടോ? അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. താൻ പ്രവചിക്കുക. എന്തോ പ്രവചിക്കുന്നേ? തന്നോട് ദൈവം പറഞ്ഞ ദൂതെന്താ? ദുഷ്ടാ, നീ മരിക്കും, യു വിൽ ഡൈ. സംഭവിച്ചത് എന്താ? താൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ മരിച്ചു. ഞാനായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? ഞാൻ ആ മരണത്തെ ഒരു വലിയ സന്ദേശമാക്കിയേനെ. കണ്ടോ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചത് കണ്ടോ? ഞാൻ ഈ ശബ്ദത്തിൽ കുറച്ചുകൂടെ അങ്ങ് പറയും, നീ മരിക്കുമെന്നുള്ളത് കുറച്ചും കൂടെ ആഘോഷമായിട്ട് ചിലപ്പോ പ്രസംഗിച്ചേക്കാം. പക്ഷെ എസെക്കിയേലിന്റെ മനോഭാവം എന്താ? താൻ പറഞ്ഞ ദൂത് തന്റെ മുമ്പിൽ ജനം മരിച്ചു വീഴുമ്പോൾ ഹൃദയത്തിലുള്ളത് വേദനയാണ്. I meant to say, preaching, proclaiming, warning is out of pain. വേദനയിൽ നിന്നാണ് ഇത് നടക്കേണ്ടത്. ദേശത്തിലെ തകർച്ച ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടോ? ഞാനിത് പറയുമ്പോൾ 9-ാം അധ്യായത്തിലെ ഒരു വാക്യം എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്യം, അതിന്റെ 6-ാമത്തെ വാക്യമാ. ദൈവം ഈ പുരുഷന്മാരോട് പട്ടണത്തിൽ കടക്കാൻ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കണമേ. 9-ന്റെ 6-ാമത്തെ വാക്യം. എസെക്കിയേൽ 9:6. വൃദ്ധന്മാരെയും യൗവനക്കാരെയും കന്യകമാരെയും പൈതങ്ങളെയും സ്ത്രീകളെയും കൊന്നുകളവീൻ, എന്നാൽ അടയാളമുള്ള ഒരുത്തനെയും തൊടരുത്. എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ. അതന്നെ ആ വാക്യമാണ് കുറച്ച് വായിക്കേണ്ടത്. എന്താണ് അത് അവസാനത്തെ ലൈന്? എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവീൻ എന്ന് കൽപ്പിച്ചു. കണ്ടോ പ്രിയം? കണ്ടോ ദൈവജനമേ? എവിടെ തുടങ്ങണം? വിശുദ്ധ മന്ദിരത്തിൽ. ശുശ്രൂഷയിൽ നിൽക്കുന്നവരിൽ തുടങ്ങണമെന്നല്ലേ അതിന്റെ അർത്ഥം? ആലയത്തിലെ മൂപ്പന്മാരിൽ തുടങ്ങണമെന്നല്ലേ അതിന്റെ അർത്ഥം? പുറത്തുള്ള ജനത്തിന്റെ പാപം കണ്ട് വിലപിക്കുന്നത് പോലെ തന്നെ സഭയ്ക്കകത്തും as pastors and ministers we need to be pained. സഭയ്ക്കകത്ത് സംഭവിക്കുന്ന മ്ലേച്ഛത കാണുമ്പോൾ, സഭയ്ക്കകത്ത് നടക്കുന്ന പാപം കാണുമ്പോൾ, സഭയ്ക്കകത്ത് കടന്നുകൂടുന്ന വ്യാജം കാണുമ്പോൾ, കള്ള ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ പെരുകുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയത്തിന് വേദനയുണ്ടോ? God is looking at me today. Is this preaching out of pain? Is the question. ശുശ്രൂഷ വേദനയിൽ നിന്നാണോ? സുവിശേഷീകരണം വേദനയിൽ നിന്നാണോ? അയ്യോ, എന്റെ കൂടെയുള്ളവൻ നശിച്ചു പോകും, അവൻ പാപിയായി മരിച്ചാൽ അവൻ നിത്യ നരകത്തിന് ഉടമയാകുമെന്നുള്ള വേദനയിലാണോ ഇത് ഞാൻ ചെയ്യുന്നത്? വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ടത് പലതുണ്ട്. ഇസ്രായേലിലെ മൂപ്പന്മാരെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആലയത്തിൽ തുടങ്ങണം. കാരണം എന്താ? ഇസ്രായേലിലെ മൂപ്പന്മാരെ പറ്റി, അവർ കാവൽ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ യെശയ്യാ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ കാവൽക്കാരെ വിളിക്കുന്നത് എന്തുവാന്നറിയാമോ? അന്ധരായ കാവൽക്കാർ. കാവൽക്കാരൻ ഞാൻ മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടോ? ശരിക്ക് കാഴ്ചയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ആക്കിയിരിക്കുന്ന യെരുശലേം ദേവാലയത്തിലെ കാവൽക്കാരൻ അന്ധത പിടിച്ചു. ഇന്ത്യ സഭയിലെ കാവൽക്കാർ അന്ധത പിടിച്ചു തുടങ്ങിയോ? പലതും കണ്ടിട്ട് ഡിസേൺ ചെയ്യാൻ പറ്റാതായി തുടങ്ങിയോ? ഐ ഡൗട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് അറ്റ് us. അതിനോടൊപ്പം തന്നെ അവിടെ പറയുന്ന മറ്റൊരു വാക്ക് എന്തുവാന്നറിയാം? യെശയ്യാ പ്രവാചകന്റെ ആ വാക്യത്തിലേക്ക് വാക്യം വായിക്കണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു പോകാം. അന്ധത പിടിച്ച കാവൽക്കാർ. അതിനോടൊപ്പം പറയുന്നത് മൗനതയിലിരിക്കുന്ന നായ്ക്കൾ, കുരയ്ക്കാത്ത നായ്ക്കൾ. നല്ല വാക്കല്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ അതാ എഴുതിയേക്കുന്നത്. സൈലന്റ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കള്ളം വരുന്നത് കാണുമ്പോ കുരയ്ക്കണമായിരുന്നു, പക്ഷെ കുരയ്ക്കുന്നില്ല. അയ്യോ, ഇന്ന് പലതും സഭയ്ക്കകത്ത് കടക്കുമ്പോഴും ഇതിന്റെയൊക്കെ കാവൽ നിൽക്കേണ്ട, ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ മൗനമാചരിക്കുന്നതിന് നിഴലല്ലേ, സമാനമല്ലേ ഇവിടെയും നമ്മൾ കാണുന്നത്? രണ്ടാമതായിട്ട് ഞാൻ ഈ 9-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്, എ വീപ്പിംഗ് വീപ്പിംഗ് വീപ്പിംഗ്.
ഒന്ന് വാർണിംഗ് ആണെങ്കിൽ ആ വാർണിംഗിലേക്ക് നമ്മളെ നയിക്കുന്നത് ഹൃദയത്തിന്റെ വേദനയാണ്. Preaching, yes, you are proclaiming, but that preaching is out of pain. ഞാൻ അവസാനമായിട്ട് ഒരു വാക്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് ഞാൻ എന്റെ സന്ദേശത്തെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. എങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വായിച്ച് എന്റെ വാക്കിൽ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യം ഞാൻ തന്നെ വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. 3-ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1, പ്രീച്ചിങ്, സന്ദേശം അറിയിക്കുക, വോൺ ചെയ്യുക. 2, നെടുവീർപ്പിടുക, പെയിൻ ഉണ്ടാകണം, വീപ്പിംഗ് ഉണ്ടാവണം. 3, ഈ യെശയ്യാ പ്രവാചകൻ 62-ൽ കാവൽക്കാരന്റെ ദൗത്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകൾ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നത്. കണ്ടല്ലോ, മതിലിന്റെ മേലാണ് കാവൽക്കാരന്റെ പൊസിഷൻ. അവരോ, ആര്? കാവൽക്കാരോ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. അവർ മിണ്ടാതിരിക്കാതെ, അടുത്തത് പറയുന്നത്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അടുത്തത് 7-ാം വാക്യം, യെരൂശലേമിനെ അവൻ യഥാസ്ഥാനപ്പെടുത്തുവോളം ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയം ആക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ആർക്ക്? ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ നിരന്തരം രാവും പകലും യഹോവയെ ഓർമ്മപ്പെടുത്തുന്ന, യഹോവയെ അസ്വസ്ഥതപ്പെടുത്തുക. അർത്ഥം, ഈ വാച്ച്മാൻ എന്തോ ചെയ്യുന്നവനാണെന്നറിയാമോ? 3-ാമത്തത് പ്രാർത്ഥിക്കുന്നവനാ. തേർഡ് തിങ് ഇസ് പ്രേയർ. രാവെന്നോ പകലെന്നോ നോക്കാതെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവനാണ്. വാച്ച്മെൻ ആർ പ്രേയിങ് പീപ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, മതിലിന്മേൽ കാവൽക്കാരിരിക്കുമ്പോൾ ഗോപുരത്തിൽ ചിലപ്പോൾ ഒരാൾക്ക് മാത്രം ഇരിക്കാനുള്ള സ്ഥലമേ കാണത്തുള്ളൂ. ഒറ്റയ്ക്ക്, ഏകരായി, ഏകാന്തതയിൽ, ആരും കാണാതിരിക്കുമ്പോൾ ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, പട്ടണത്തിൽ ദുഷ്ടൻ നശിക്കാതിരിക്കാൻ, ദൈവസഭയിൽ തകർച്ചകൾ കടന്നു വരാതെ പ്രാർത്ഥനയുടെ ഗോപുരത്തിലേക്ക് കയറി ചെല്ലാൻ കർത്താവ് നമ്മളെ വിളിക്കുക. ഇതൊരു പ്രെയർ ലൈൻ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. എനിക്കറിയാം 24 hours പ്രയർ നടക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. അത് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാവോ പകലോ എന്ന് നോക്കാതെ ദിവസത്തിന്റെ ഏത് സമയത്തും ശുശ്രൂഷകന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൗത്യം ആരും കണ്ടില്ല. രഹസ്യത്തിലായിരുന്നു. പക്ഷെ പ്രാർത്ഥനകൾ ഒരു കോട്ടയായി, പട്ടണത്തെ സുരക്ഷമായി കാവൽ ചെയ്യുന്ന ഒരു കോട്ടയാക്കി കർത്താവ് തീർക്കും. As I close my message, the role of the watchman is to warn, to weep, and to pray, to preach, to be in pain, and to pray. Yes, സന്ദേശം നമ്മൾ പറയണം. പക്ഷെ സന്ദേശം പറയുമ്പോൾ അതെന്റെ വേദനയിൽ നിന്ന്, അതെന്റെ പ്രാർത്ഥനയിൽ ഞാൻ പോരാടുന്നത് കൊണ്ട് പറയേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷയിൽ നിൽക്കുന്ന എന്നോടൊക്കെ കർത്താവ് ഇതിൽ നിന്ന് പറഞ്ഞത്, preaching is not just a performance. Preaching is out of pain and it is out of much prayer that we must do. സുവിശേഷീകരണം നമ്മൾ ചെയ്യുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ, വേദനയിൽ നിന്ന് നമ്മൾ ജനത്തെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്റെ സന്ദേശത്തെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കുറിവാക്യമായി നോട്ട് ചെയ്ത ആ വാക്യത്തിലേക്ക് ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നീയോ നിന്റെ ജീവനെ, പ്രാണനെ രക്ഷിക്കും. നീ ഇത് ചെയ്തില്ലെങ്കിൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അവരുടെ രക്തത്തിന്റെ കറ നിന്റെ കരത്തിൽ വരാതിരിക്കണമെങ്കിൽ ഈ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ the Lord will ask us, I placed you in Boston, I placed you in തിരുവല്ല, what did you do? കർത്താവേ, എന്റെ കരങ്ങൾ ക്ലീൻ ആണ് എന്ന് പറയത്തക്കവണ്ണം ഈ ദൗത്യം, ഇതൊരു വർഷത്തിന്റെ ഒടുവിലാണ്. നമുക്ക് പുതിയ തീരുമാനങ്ങളോടൊക്കെ എടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നമ്മളെ സമർപ്പിക്കാം. നമുക്ക് കുറെ അംഗങ്ങളെ അല്ല വേണ്ട. ഞാൻ പറഞ്ഞതുപോലെ 22-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ, we don't need so many people, but we need soldiers. പടയാളികളെ നമുക്ക് വേണം. ഇന്നത്തെ ഈ സന്ദേശം കൂടെ അതിനോട് ചേർത്ത് വെക്ക്. നമുക്ക് വേണ്ടത്
അലേർട്ട് വാച്ച്മാൻ, ദീർഘ വീക്ഷണമുള്ള, ഡിസേൺമെന്റ് ഉള്ള, വിവേചനമുള്ള, വിവേചിക്കാൻ അധികാരമുള്ള, കൃപാവരമുള്ള, വിവേചിച്ച് ദൂത് പറയുന്ന കാവൽക്കാരെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ പട്ടണത്തിനു വേണ്ടി ആഗനൈസ് ചെയ്യുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്നവരായി, ദൂത് പറയുന്നവരായി, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുന്നവരായി ഈ ദിവസങ്ങളിൽ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് ഈ വചനചിന്തകൾ കാരണമാകട്ടെ. നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽപ്പാൻ നമുക്ക് കർത്താവ് ഏറിയ കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് ശുശ്രൂഷയിൽ സജ്ജരായി നിൽപ്പാൻ സഹായിക്കുമാറാകട്ടെ.